കയ്യിൽ കുറച്ച് പഴയ വളയെടുക്കാൻ കാണും. എന്നാൽ നമുക്ക് റംസാൻ സ്പെഷ്യൽ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആയോ, ആദ്യം നമുക്ക് കുറച്ച് പഴയ വള വേണം. ഇതുപോലെ ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുക. ത്രെഡ് വെച്ച് ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് നൂല് ബാക്കി വെക്കാൻ മറക്കരുത്. പക്ഷേ ഇത്രയും ഒന്നും ബാക്കി വെക്കണ്ട കേട്ടോ. ഈ ത്രെഡ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വലിച്ച് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. പക്ഷേ ഒത്തിരി ലൂസായിട്ടൊന്നും ഒട്ടിച്ചു കൊടുക്കല്ലോ കേട്ടോ, എന്നാൽ മൂണിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. അതിനുശേഷം വീഡിയോ കാണിക്കുന്ന പോലെ ഒത്തിരി അകലം വെക്കാതെ ത്രെഡ് ചുറ്റി ചുറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടി മൂൺ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ മൂണിന് കുറച്ച് അലങ്കാര പണികൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് കുട്ടി കുട്ടി നൂലുകൾ എടുക്കുക, ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക, അതൊരു നൂല് വെച്ച് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇഴകൾ ഒരു ചീപ്പ് വെച്ചിട്ട് വിടർത്തി കൊടുക്കുക. നൂലിൻ്റെ ഇഴ വിടർത്തിയതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. കുറച്ചുകൂടെ അടിപൊളിയാകാൻ 2 മുത്തൊക്കെ കോർത്തുനിന്ന് സെറ്റാക്കിക്കോ. അടുത്തതായിട്ട് 3 കയറെടുക്കുക. നമ്മുടെ മുടിയൊക്കെ പിന്നി കൊടുക്കുന്ന പോലെ ഈ 3 കൂടെ അങ്ങ് പിന്നിട്ട് അത് നൂല് വെച്ചിട്ട് പിന്നലഴിയാതെ സെക്യൂർ ആക്കി കൊടുക്കുക. തൊട്ട് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ കുഞ്ചലം പോലത്തെ സാധനം ഇതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് കൊടുക്കുക. ഇതുപോലെ 2 എണ്ണവും കൂടെ ഉണ്ടാക്കണം കേട്ടോ. ഫൈനലായിട്ട് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ഒന്നും നോക്കണ്ട, 2ആയിട്ട് അങ്ങ് കണക്ട് ചെയ്ത്. നമ്മുടെ ഡ്രീം ക്യാച്ചർ കൈ വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, നമുക്കിത് എവിടെ തൂക്കി വെക്കണ്ടേ. അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള നൂലെടുത്തിട്ട് ഒരു നൂത്തിനകത്ത് കോർത്തിട്ട് സെക്യൂറാക്കി നമ്മുടെ ഡ്രീം ക്യാച്ചറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഉരുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നാൽ ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഡ്രീം ക്യാച്ചറിൻ്റെ കൂടെ ചെറുതാണെന്ന് തോന്നിയപ്പോൾ ബാക്കി വന്ന മുത്തെടുത്തിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തപ്പോഴത്തേക്കും സുന്ദരക്കൂട്ടം വരാൻ. എൻ്റെ ചാനൽ ആദ്യത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക്